ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ നമ്മൾ ഇന്ന് സഭായോഗത്തിൽ പഠിക്കുകയുണ്ടായി. അതുകൊണ്ട് അത് ഇവിടെ വീണ്ടും ആവർത്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ആ ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 8ഉം 9ഉം വാക്യങ്ങൾ ഇന്ന് വായിച്ച് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് സമയമെടുക്കാം. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായത് ഒക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. ഇവിടെ നമ്മുടെ ചിന്തയെക്കുറിച്ചാണ് പ്രാഥമികമായി ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഉണർത്തുന്നതായിട്ടുള്ള കാര്യം. നമ്മളുടെ ചിന്ത ഏത് തലത്തിൽ എത്രത്തോളം ആയിരിക്കണം ദൈവമക്കൾ എന്നുള്ള നിലയിൽ എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്താവിഷയം. നമുക്കറിയാം, മനുഷ്യന്റെ ജീവിതത്തിലെ നന്മകളും അതുപോലെ തന്നെ തിന്മകളും ബഹുഭൂരിപക്ഷവും ആരംഭിക്കുന്നത് അവരുടെ ചിന്താമണ്ഡലത്തിൽ നിന്നാണ്. ആയിട്ട് അത് ഹൃദയത്തിലേക്ക് വരികയും പിന്നീടാണ് അത് അതിൻ്റെ പ്രവർത്തന തലത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ശരീരത്തിൽ നിന്ന് ആരംഭിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ വചനത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ ഭൂരിഭാഗം കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ചിന്താമണ്ഡലത്തിലാണ് അതിൻ്റെ ആരംഭമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചിന്തയെ ക്രമീകരിക്കുക, ദൈവവചനപ്രകാരം അതിനെ ക്രമീകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ വിശദമായി പറയുന്നു. നമുക്കറിയാം, സദൃശവാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു ഒരു മനുഷ്യൻ. അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. അതായത് ഒരു മനുഷ്യന്റെ മനസ്സ് യഥാർത്ഥത്തിൽ അവൻ ആരാണ് എന്ന് വിളിച്ചു പറയുകയും അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ചിന്ത ഒരുവനെ ആ ചിന്തയ്ക്ക് അനുസൃതമായിട്ട് രൂപാന്തരപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ചിന്താതലത്തിൽ തന്നെ നാം ആരംഭിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ദൈവത്തിന്റെ ഹിതം നമ്മൾ മനസ്സിലാക്കേണ്ടതിന് നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പോൾ രൂപാന്തരത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ പ്രവർത്തനം ആരംഭിക്കുന്നത് നമ്മുടെ ചിന്തയുടെ തലത്തിലാണ് എന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിന്റെ പോരാട്ടങ്ങളൊക്കെ അത് ആരംഭിക്കുന്നതും അത് നടക്കുന്നതുമൊക്കെ നല്ലൊരു ഭാഗവും അത് ചിന്താമണ്ഡലത്തിലാണ്. നമുക്കറിയാം, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മറ്റെല്ലാവർക്കും പൊതുവെ കാണുന്നതായതുകൊണ്ട് മനുഷ്യന് അവരെ തന്നെ ഒരു പരിധിവരെ നിയന്ത്രിക്കും. കാരണം അത് പുറത്തുള്ള ആളുകൾ കാണുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നമുക്ക് ക്ഷീണമാകും, നമ്മുടെ സൽപ്പേരിന് ക്ഷീണമാകും എന്നുള്ളതുകൊണ്ട് അത് നിയന്ത്രിക്കുന്നതായിട്ടുള്ള ആളുകളാണ് പൊതുവെ ആളുകളെല്ലാവരും. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ വരുന്നതായിട്ടുള്ള ചിന്തകൾ മനുഷ്യർക്കാർക്കും നേരിട്ട് കാണുവാനായിട്ട് സാധിക്കുകയില്ല. എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ചിന്തയിൽ നമുക്ക് ബഹുദൂരം സഞ്ചരിക്കുകയും ഒരുപക്ഷെ കാലങ്ങൾ പുറകോട്ടും മുമ്പോട്ടും വൻകരകൾ താണ്ടുകയും സ്വപ്നലോകത്ത് വരെ പോകുവാനായിട്ടും നമുക്ക് സാധിക്കും. അത് ചിന്താമണ്ഡലം എന്ന് പറയുന്നത് വളരെ വിശാലമായി കിടക്കുന്നതാണ്. ആരും അത് കാണുന്നില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് അതിന്മേലുള്ള നിയന്ത്രണം പൊതുവെ ആളുകൾ അത്രത്തോളം
സത്യമാണ്. എന്നാൽ ദൈവമക്കളായിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ കാട് കയറി ചിന്തിക്കുക എന്ന് പറയുന്നത് അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. നമ്മൾ അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. നമ്മളുടെ ചിന്താമണ്ഡലം എന്ന് പറയുന്നത് ഒരു തോട്ടം പോലെയാണ്. അവിടെ നമുക്ക് നല്ല കാര്യങ്ങൾ ചിന്തിച്ച് അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ ചിന്തിച്ച് അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് കൊയ്യുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഒരു തോട്ടത്തിൽ നല്ല വിത്താണ് വിതയ്ക്കുന്നതെങ്കിൽ അത് നല്ല ഫലം, പ്രയോജനമുള്ള ഫലം ഉണ്ടാകും. അതുപോലെ തന്നെ മോശം വിത്താണ് നമ്മൾ ഒരു തോട്ടത്തിൽ വിതയ്ക്കുന്നതെങ്കിൽ, കളകളാണ് വിതയ്ക്കുന്നതെങ്കിൽ അവിടെ കളകൾ മാത്രമേ വളരുകയുള്ളൂ. അത് ഗുണമില്ല എന്ന് മാത്രവുമല്ല, അത് ദോഷവുമായി തീരും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നാം എന്ത് വിതയ്ക്കുന്നു എന്നുള്ളത് നമ്മെ കൊണ്ടുള്ളതായ പ്രയോജനവും അതുപോലെ തന്നെ ദൈവസന്നിധിയിലുള്ള നമ്മളുടെ നിൽപ്പിനും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഏതോ ഒരു മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്: ഒരു മനുഷ്യനും അവനെ കുറിച്ച് ചിന്തിക്കുന്നതിന് അപ്പുറം വളരുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നാം നമ്മെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ എത്ര വരെ ഉണ്ടോ അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരിക്കലും വളരുവാനായിട്ട് കഴിയില്ല. അപ്പോൾ നമുക്ക് നമ്മെക്കുറിച്ച് നാം ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നതായ കാര്യങ്ങൾ അത് എത്രത്തോളം ഉന്നതമാണ്, ശ്രേഷ്ഠമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ പുരോഗതിയും വളർച്ചയും. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പുരോഗതിയും വളർച്ചയും അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു: മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അപ്പോൾ എന്താണോ നാം വിതയ്ക്കുന്നത് അതിനനുസരിച്ചും അതിന് ആനുപാതികമായിട്ടും മാത്രമേ നമുക്ക് കൊയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്താമണ്ഡലത്തെ നാം നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കാണുവാനായിട്ട് സാധിക്കുന്നതല്ല. ശരി, ഇവിടെ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഒരു ലിസ്റ്റ് നമുക്ക് തരുന്നുണ്ട്. അവിടെ 8 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഇതെല്ലാം വളരെ വ്യത്യസ്തമായ, ഒന്നിനോടൊന്ന് ബന്ധമില്ലാത്ത വിധത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതെല്ലാം അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എങ്കിലും അതിൻ്റെ ഊന്നലിന് വ്യത്യാസങ്ങളുണ്ട്. ഓരോ കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും അതിനെ കൊടുക്കുന്നതായിട്ടുള്ള ഊന്നൽ വ്യത്യാസമുണ്ട് എന്നുള്ളതല്ലാതെ ഇതെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളതും നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ശരി, ഒടുവിൽ സഹോദരന്മാരെ, ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ലേഖനം അവസാനിപ്പിക്കുന്നതിനുള്ള തുടക്കമാണ്. അതുകൊണ്ടാണ് ഒടുവിൽ അവസാനമായിട്ട് പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്നത്: സഹോദരന്മാരെ, സത്യമായതൊക്കെയും. അപ്പോൾ ചിന്തിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കണം. അതായത് അസത്യത്തെ ചിന്തിക്കുവാനായിട്ട് നമുക്ക് അനുവാദമില്ല. ദൈവവചനം അല്ലെങ്കിൽ ദൈവം, കർത്താവ് പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, അവൻ്റെ വചനം സത്യമാകുന്നു. അപ്പോൾ ദൈവവും ദൈവവചനവും സത്യമായിരിക്കെ അസത്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിനോ അങ്ങനെ നമ്മുടെ ചിന്താമണ്ഡലത്തെ ആ ഒരു തലത്തിലേക്ക് മാറ്റുന്നതിനോ നമുക്ക് യാതൊരു വക അനുവാദവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അസത്യവും ദൈവവും ഒരിക്കലും ഒരുമിച്ച് പോകുവാനായിട്ട് കഴിയുന്നില്ല. കാരണം ദൈവം സത്യമാണ്, ദൈവത്തിൻ്റെ വചനം സത്യമാണ്. അതുകൊണ്ട് തന്നെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചിന്തിക്കുവാനായിട്ട് അനുവാദമുള്ളൂ. പലപ്പോഴും ആളുകൾ അങ്ങനെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ല അവരുടെ ജീവിതത്തിൽ ചിന്തിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. ഒരുപക്ഷെ നമ്മളും പലപ്പോഴും അസത്യം അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ചിന്തയിൽ സത്യമല്ലാത്തവ കടന്നു വരാറുണ്ട്. എന്നാൽ സത്യമല്ലാത്ത കാര്യങ്ങളെയൊക്കെ അരിച്ചു മാറ്റി സത്യം മാത്രമേ നമ്മളുടെ
ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കുവാനായിട്ടുള്ള അനുവാദമുള്ളൂ. അസത്യമാണ് അല്ലെങ്കിൽ നുണ, സത്യത്തിന്റെ എതിർപദം എന്ന് പറയുന്നത് അസത്യം അല്ലെങ്കിൽ നുണ എന്നുള്ളതാണ്. നുണ ചേരുന്നത് നമുക്കല്ല. നുണ ചേരുന്നത് ആർക്കാണ്? വചനം തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വചനം അതിനെക്കുറിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തിൽ നുണ ആർക്ക് ചേരുന്നതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അതുകൊണ്ട് പിശാചിനെ കുറിച്ച് പറയുന്നതാണ്, അവനിൽ സത്യമില്ല, അതുകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അപ്പൊ അവനിൽ ഉള്ളത് സത്യമല്ല, മറിച്ച് ഭോഷ്കാണ്. അവൻ ഭോഷ്ക് പറയുമ്പോൾ അവനിൽ എന്താണോ ഉള്ളത് അതിൽ നിന്ന് എടുത്താണ് അവൻ പറയുന്നത്. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു. അപ്പോൾ നമ്മളിൽ സത്യം ഉണ്ട് എങ്കിൽ അത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലും കൂട്ടായ്മയിലും അധിഷ്ഠിതവും ഒരുവൻ വീണ്ടും ജന്മം പ്രാപിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവുമാണ്. ഇവിടെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അപ്പോൾ നമ്മിൽ നിന്ന് അസത്യം പുറത്തു വരികയും അല്ലെങ്കിൽ അസത്യത്തെ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളാണ് നാം എങ്കിൽ അതിൻ്റെ അർത്ഥം പിശാചിന്റെ മക്കൾക്ക് ചേർന്നതായിട്ടുള്ള ഒരു ജീവിത രീതിയാണ്, ജീവിത ശൈലിയാണ് നമുക്കുള്ളത്. കാരണം ഈ സത്യം പിശാചിൽ ഇല്ലാത്തത് കൊണ്ട് അവനിൽ സത്യത്തിൽ നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. അവനിൽ നിന്ന് സത്യം വരികയില്ല. അവൻ സ്വന്തത്തിൽ നിന്ന് എടുക്കുന്നത് മുഴുവൻ ഭോഷ്കാണ്. നമുക്കറിയാം, ചില ആളുകളെ കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ മുമ്പുണ്ടായിരുന്ന ഒരു സഭയിലെ ഒരാളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത്, അദ്ദേഹം ഭക്ഷണം കഴിക്കാനും നുണ പറയുവാനും മാത്രമേ വായ് തുറക്കുകയുള്ളൂ എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് ഭോഷ്കാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിൽ സത്യമില്ല, സത്യത്തിൽ നിൽക്കുന്നവരുമല്ല, പിശാച് എന്ന പിതാവിൻ്റെ മക്കളാണ്. നമ്മളിൽ നിന്ന് വരുവാനും അതുപോലെ തന്നെ നമുക്ക് സ്വീകരിക്കുവാനും കഴിയുന്നത് അവനിഷ്ടമുള്ള അവൻ്റെ അംശം മാത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം ഒരു ചോദ്യം ചോദിക്കണം. ഞാൻ ചിന്തിക്കുന്നതായിട്ടുള്ള ഈ കാര്യം ഒരു സത്യമാണോ, അതെയോ ഇതെൻ്റെ ഒരു സങ്കല്പമാണോ, ഒരു കേട്ടുകേൾവിയാണോ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഭാവനയാണോ? നമുക്ക് മേഖലകളിലുണ്ട്. പലപ്പോഴും മറ്റു പലരെ കുറിച്ചും നാം ചിന്തിക്കുമ്പോൾ അവരുടെ പെരുമാറ്റങ്ങളെയോ അല്ല എങ്കിൽ അവരുടെ വാക്കുകളെയോ ഒക്കെ നമ്മൾ അകാരണമായി സംശയിക്കുകയും അവിടെയൊക്കെ അസത്യം ആരോപിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത പൊതുവെ ലോകത്തിലുണ്ട്. അത് ഒരു പരിധിവരെ വിശ്വാസികളിലും അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനും അല്ലാത്തതൊക്കെ അരിച്ചു മാറ്റുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിന് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ പിതാവിനെ നാം മാറ്റിയിട്ടില്ല. ആദവും ഹവ്വായും അവരുടെ പിതാവിനെ ഏദൻ തോട്ടത്തിൽ വെച്ചൊന്ന് കൈമാറ്റം ചെയ്തു. അവര് പിശാച് പറയുന്നത് കേട്ട് പിശാചിനെ കർത്താവായിട്ട് സ്വീകരിച്ചു, അല്ലെങ്കിൽ പിതാവായിട്ട് സ്വീകരിച്ചു. എന്നാൽ വീണ്ടും ജന്മത്തിങ്കൽ നാം അത് നേരെ തിരിച്ചാക്കുകയാണ് ചെയ്യുന്നത്. പിശാചിന്റെ മക്കൾ എന്നുള്ള സ്ഥാനത്ത് നിന്നും നാം സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കൾ എന്നുള്ള സ്ഥാനത്തേക്കാണ് നാം മാറുന്നത്. അപ്പോൾ നമ്മളിൽ നിന്ന് സത്യം വരികയും നമുക്ക് സത്യം സ്വീകരിക്കാൻ കഴിയുകയും ചെയ്യുന്നുവെങ്കിൽ നാം ആ പിതാവിന്റെ മക്കളായിരിക്കുന്നു, സ്വർഗീയനായ നമ്മുടെ പിതാവിന്റെ മക്കളായിരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു തെളിവാണ്. രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഘനമായത് ഒക്കെയും, ഘനമായത് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഈ ഭാഷയ്ക്ക് പരിണാമമുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അങ്ങനെ ഇപ്പോൾ ഈ കാലഘട്ടത്തിലെ മലയാള ഭാഷയിൽ അങ്ങനെ ഘനമായ കാര്യങ്ങൾ എന്നൊന്നും അങ്ങനെ പൊതുവെ പറയാറില്ല. അങ്ങനെ ഘനമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ യഥാർത്ഥത്തിൽ ആ ഭാഷയിലുള്ള അർത്ഥം അല്ല ഇന്ന് ആളുകൾ മനസ്സിലാക്കുന്നത്. ഘനമായ കാര്യങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞാൽ വളരെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള, വളരെ ബുദ്ധിയും അതുപോലെ തന്നെ ചിന്താശേഷിയും ഒക്കെ ഉള്ള ആളുകൾക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് പൊതുവെ അതിനെക്കുറിച്ച് ഇന്നത്തെ ഈ മലയാള ഭാഷയിൽ ഇന്ന് അങ്ങനെ ഒരു വാക്ക് കേട്ടാൽ നമ്മളുടെ
മനസ്സിലേക്ക് വരുന്നതായിട്ടുള്ള ചിന്ത. എന്നാൽ ഘനമായത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ മലയാള ഭാഷയിൽ അത് അങ്ങനെ ഗ്രഹിക്കാൻ പ്രയാസമുള്ള കാര്യം എന്നുള്ളതല്ല, മറിച്ച് അത് ഒരു ആഢ്യത്വമുള്ള, സത്യസന്ധതയുള്ള എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ മൂലവാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരാരും നമ്മെ തുച്ഛീകരിക്കാൻ ആവശ്യമില്ലാത്ത, നമുക്ക് റെസ്പെക്റ്റ്, ബഹുമാനം കിട്ടുന്നതായ ധാർമ്മികമായ ഉന്നത നിലവാരത്തിലുള്ള കാര്യങ്ങൾ എന്നാണ് ഈ ഘനമായത് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ അവകാശമുള്ളത്, സ്വാതന്ത്ര്യമുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. നമുക്ക് നമുക്കറിയാമല്ലോ, ചിലപ്പോൾ ചില ആളുകളുടെ പ്രവൃത്തികളും സംസാരങ്ങളും ഒക്കെ കേട്ടിട്ട് അയ്യേ കഷ്ടം എന്ന് നമ്മൾ പറയും. എന്താണ് അത്? പറയാൻ കൊള്ളാത്ത വാക്കുകളും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള പ്രവൃത്തികളുമാണ്. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഉളവാകരുത്. മറ്റുള്ളവർ കേട്ടാൽ ബഹുമാനിക്കത്തക്കതും ധാർമ്മികമായ ഉന്നത നിലവാരത്തിലുള്ളതും ആഠ്യത്വമുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാനായിട്ട് നമുക്ക് അനുവാദമുള്ളൂ. യഥാർത്ഥത്തിൽ ചിന്തയിൽ നിന്നാണ് അത് വാക്കിലേക്കും, വാക്കിൽ നിന്നാണ് അത് പ്രവർത്തന തലത്തിലേക്കും പോകുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ നാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ അതിനനുസരിച്ച് ക്രമീകരിക്കപ്പെടും, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളൊക്കെയും അതിനനുസരിച്ച് ക്രമീകരിക്കപ്പെടും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചല്ല യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത് എന്നുള്ളത് ഇവിടെ രസകരമായ, അല്ലെങ്കിൽ ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടൊരു കാര്യമാണ്. നിങ്ങൾ സത്യം പ്രവർത്തിക്കണമെന്നുള്ളതല്ല, സത്യം നിങ്ങൾ ചിന്തിക്കണം. അതുപോലെ തന്നെ ഘനമായത് നിങ്ങൾ ചിന്തിക്കണം. കാരണം അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് മാത്രമേ മുമ്പോട്ട് അതിൻ്റെ പ്രവർത്തന തലത്തിലേക്ക് വരുത്തുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ശരി, നമ്മെ താഴ്ത്തി കെട്ടുന്നതോ അല്ലെങ്കിൽ നിലവാരമില്ലാത്തതോ ആയിട്ടുള്ള യാതൊരു വക ചിന്തകളും ചിന്തിക്കുവാൻ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് യാതൊരു അവകാശവുമില്ല. മൂന്നാമത് നീതിയായിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് നമ്മൾ കാണുന്നത്. അതായത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ അന്യായം ചിന്തിക്കുക, അല്ലേ? നമുക്ക് അന്യായം ചെയ്യുന്നതിന് മുമ്പേ അന്യായം ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കണക്ക് കൂട്ടിയാണ് പോകുന്നത്. നമ്മളുടെ ഇടപാടുകളിൽ, സംസാരങ്ങളിൽ, പ്രത്യേകിച്ച് ഇടപാടുകളിൽ അന്യായം ഒന്നും കടന്നു വരാതിരിക്കേണ്ടത് ആവശ്യമാണ്. അത് കടന്നു വരാതിരിക്കണമെങ്കിൽ അന്യായമായിട്ടുള്ള ആഗ്രഹങ്ങളും ചിന്തകളും നമ്മളിൽ നിന്ന് ഉളവാകുവാനായിട്ടും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള നീതിയുടെ നിലവാരത്തിന് നിരക്കാത്തതായ ഒരു ചിന്തയും നമുക്ക് ഉണ്ടാകുവാനായിട്ട് പാടില്ല. എന്നാൽ ഇന്ന് ലോകത്ത് നമുക്കറിയാം, ഈ നീതിയുടെ നിലവാരം എന്ന് പറയുന്നത് അത് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ കാലഘട്ടം കഴിയുമ്പോഴും നീതിയുടെ തട്ട്, അല്ലെങ്കിൽ നീതി എന്ന് പറയുന്നതിന് ഒരുപക്ഷെ ഒരു തലമുറ മുമ്പ് നീതിയായി ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് ആ തരത്തിലല്ല ഉള്ളത് എന്ന് നമുക്കറിയാമല്ലോ. ഒരു കാലത്ത് വളരെ അന്യായമായിട്ട് കരുതിയിരുന്ന കാര്യങ്ങൾ ഇന്ന് ന്യായമാണ് എന്നും അത് പ്രോത്സാഹിപ്പിക്കുന്നതുമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. നമ്മളുടെയൊക്കെ ചുറ്റുപാടും അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ അന്യായമായിട്ടുള്ള ഒന്നും ചിന്തിക്കാനായിട്ട് നമുക്ക് അവകാശമില്ല. എല്ലാം നീതിയോടെ മാത്രമേ നമുക്ക് ചിന്തിക്കാനായിട്ട് അവകാശമുള്ളൂ. ആ ചിന്തയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് നീതിയുള്ള പ്രവൃത്തികൾ രൂപപ്പെട്ടു വരുന്നത്. പിന്നെ നിർമ്മലമായതൊക്കെയും ചിന്തിക്കുക. നിർമ്മലമായത് എന്ന് പറഞ്ഞാൽ മാലിന്യമില്ലാത്തത് എന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, നമുക്ക് നമ്മുടെ ചിന്ത ആരും കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്തും ചിന്തിക്കാം. പാപകരമായിട്ടുള്ള കാര്യങ്ങളോ അതല്ല എങ്കിൽ വിശുദ്ധിയുടെ കാര്യങ്ങളോ നമുക്ക് നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരാനായിട്ട് കഴിയും. വിശുദ്ധിയെക്കുറിച്ചും വിശുദ്ധീകരണത്തെക്കുറിച്ചും വിശുദ്ധമായതിനെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. അതുപോലെ തന്നെ പാപകരമായ ചിന്തകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഒരു വേള ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്ക്രീനിൽ എന്ന പോലെ നമ്മുടെ നെറ്റിയിൽ തെളിഞ്ഞു വരികയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നാം നമ്മുടെ ചിന്തകളെ എത്രത്തോളം നിയന്ത്രിക്കും? കാരണം അതങ്ങനെ ഒരു സ്ക്രീനിൽ എന്ന പോലെ നമ്മുടെ നെറ്റിയിൽ അങ്ങനെ തെളിഞ്ഞു വന്നാൽ നമുക്ക് മറ്റു മനുഷ്യരുടെ മുഖത്ത് നോക്കാനായിട്ട് കഴിയുകയില്ല. കാരണം അവരതെല്ലാം വായിക്കുകയും കാണുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പോൾ മനുഷ്യർ കണ്ടില്ലെങ്കിലും നമ്മളുടെ ചിന്തകൾ അത് ദൈവം കാണുന്നുണ്ട്. ദൈവം ഹൃദയത്തിൻ്റെ ചിന്തകളെ കാണുകയും
അതിനെ അറിയുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് നമ്മളുടെ ചിന്തയിൽ അങ്ങനെ നിർമ്മലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേന്ദ്രീകരിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാത്ത ചിന്തയിൽ നമുക്കറിയാമല്ലോ, പാപം എന്ന് പറയുന്നത് ഒരുപക്ഷെ പഴയ നിയമ പഴയ ഉടമ്പടിയുടെ കാലത്ത് പാപം എന്ന് പറയുന്നത് പ്രധാനമായും പ്രവർത്തന തലത്തിലുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ 10-ാമത്തെ കൽപ്പന മോഹിക്കരുത് എന്നുള്ളതുണ്ട്. എങ്കിലും പ്രാഥമികമായിട്ടും പ്രവർത്തന തലത്തിലുള്ള പാപങ്ങളായിരുന്നു ഗൗരവമായ പാപങ്ങളായിട്ട് അന്ന് കണക്കാക്കിയിരുന്നത്. എന്നാൽ പുതിയ ഉടമ്പടിയുടെ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ പ്രവർത്തന തലത്തിൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ ചിന്താതലത്തിലുള്ള എല്ലാ തെറ്റുകൾക്കും നാം ദൈവസന്നിധിയിൽ കുറ്റക്കാരാണ്, കണക്ക് കൊടുക്കേണ്ടവരാണ്. അതിന് നമുക്കറിയാമല്ലോ, മോഹം എന്ന് പറയുന്നത്, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഏതെങ്കിലും സ്ത്രീയെ മോഹിച്ചു എന്നുള്ളത് കൊണ്ട് അത് വ്യഭിചാരമാകുമായിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ഒരു സ്ത്രീയെയോ പുരുഷനെയോ മോഹിക്കുന്നത് ഒരു പാപമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ചിന്താതലത്തിലുള്ള നമ്മുടെ നിർമ്മലത അല്ലെങ്കിൽ ശുദ്ധീകരണം വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അത് പാപകരമായിട്ടുള്ള ചിന്തകളും നമുക്ക് കൊണ്ടുനടക്കാനായിട്ട് കഴിയും, നിർമ്മലമായിട്ടുള്ള ചിന്തകളും നമുക്ക് കൊണ്ടുനടക്കുവാനായിട്ട് കഴിയും. പാപകരമായ ചിന്തകളാണ് നാം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മുടെ ഹൃദയത്തിൻ്റെ മേലുള്ള അവകാശം എന്ന് പറയുന്നത് ഈ പാപത്തിൻ്റെ ഉടയവനായ പിശാചിനാണ് എന്നുള്ളതാണ്. നമുക്ക് യോഹന്നാൻ എഴുതിയ ലേഖനം നാം പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പഠിക്കുകയുണ്ടായി, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ഏവനും പിശാചിന്റെ മകനാകുന്നു. അപ്പൊ ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ എന്നുള്ളത് പോലെ തന്നെ പാപം ചിന്തയിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് പാപം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവനും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് അതിൻ്റെ മറുവശമാണ് എന്ന് നമ്മൾ ഓർക്കണം. പാപത്തിൻ്റെ ചിന്ത ഒരുപക്ഷെ വന്നാൽ പോലും അത് ഒഴിവാക്കി നമ്മൾ പാപരഹിതമായ ശുദ്ധമായിട്ടുള്ള ചിന്തകളാൽ നമ്മെ നിറയ്ക്കേണ്ടത് ആവശ്യമാണ്. അല്ല എങ്കിൽ അത് നമ്മുടെ ആത്മീകമായ ഒരു അധപതനത്തിന്റെ അവസ്ഥയാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. വീണ്ടും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് രമ്യമായത് എന്ന് പറഞ്ഞാൽ, രമ്യതപ്പെടുത്തുക എന്നുള്ള ഒരു മലയാളം വാക്ക് നമുക്കറിയാം. രണ്ടുപേർ തമ്മിൽ എന്തെങ്കിലും ഒരു ഐക്യതക്കുറവുണ്ടെങ്കിൽ അവരെ രമ്യതപ്പെടുത്തുക എന്ന് പറയുന്നതായ ഒരു രീതി നമുക്കറിയാമല്ലോ, രമ്യതയിലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ. എന്നാൽ അതിൻ്റെ പ്രാഥമിക അർത്ഥം എന്ന് പറയുന്നത്, അതിൻ്റെ ഒറിജിനൽ ഭാഷയിലെ നമ്മളതിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ രമ്യതപ്പെടുത്തുക എന്നുള്ളത് അല്ല അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള അർത്ഥം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷിൽ അതിനെ ലവ്ലി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് സ്നേഹസമ്പൂർണമായ, ആകർഷിക്കത്തക്ക ഒരു കാര്യം എന്നുള്ള നിലയിലാണ്. അതായത് ഒരു ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം എന്നുള്ള നിലയിലല്ല, മറിച്ച് ആന്തരികമായിട്ടുള്ള സൗന്ദര്യം, ആന്തരികമായിട്ടുള്ള ആകർഷണം വരുത്തുന്ന എന്നുള്ള നിലയിലാണ് ആ വാക്കിന് അതിൻ്റെ പ്രാഥമിക അർത്ഥം. എന്നാൽ അതിന് സമാധാനവും അതുപോലെ തന്നെ യോജിപ്പും ഉണ്ടാക്കുക എന്ന് പറയുന്നതായിട്ടുള്ള അർത്ഥവും അതിനകത്ത് ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം എന്നുള്ളതിനെ കുറിച്ചല്ല കേട്ടോ, ആന്തരികമായിട്ടുള്ള സൗന്ദര്യം എന്നുള്ളതാണ് അതിൻ്റെ മൂലഭാഷയിലെ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടർത്ഥങ്ങളും അതിന് നമുക്ക് ആരോപിക്കുവാനായിട്ട് കഴിയും. രണ്ടർത്ഥങ്ങളും അതിന് ശരിയാണ്. നമുക്കറിയാം, ഈ വ്യക്തിബന്ധങ്ങൾ സഭകളിലും കുടുംബങ്ങളിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യമാണ്. ആ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അത് നിലനിർത്തുന്നതിനെ കുറിച്ചും അത് ഉണ്ടാക്കുന്നതിനെ കുറിച്ചും ഒക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ വ്യക്തിബന്ധങ്ങൾ തകർക്കുന്നതിനെ കുറിച്ചോ വഴക്കുണ്ടാക്കുന്നതിനെ കുറിച്ചോ, പ്രത്യേകിച്ച് ഏഷണി, ദൂഷണം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലുമൊക്കെ വ്യക്തിബന്ധങ്ങളെ തകർക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാനായിട്ടല്ല നമുക്ക് ദൈവം അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ചിന്തകളൊക്കെയും പൈശാചികമാണ്. അത് ഉളവാകുന്നത് തന്നെ പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഹൃദയത്തിൽ നിന്നാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകുവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് താല്പര്യം തോന്നുന്ന നിലയിലുള്ള സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ ഉളവാകേണ്ടതിനുള്ള ചിന്തകളാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ ഉളവാകേണ്ടത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് സൽകീർത്തിയായത്, ഗുഡ് റിപ്പോർട്ട്, സൽകീർത്തിയായിട്ടുള്ള കാര്യങ്ങൾ. അതായത്
പറയാറുണ്ടല്ലോ, മറ്റുള്ളവരുടെ മുമ്പിലുള്ള സാക്ഷ്യം എന്നൊക്കെ. സാക്ഷ്യം കളയരുത്. ഇപ്പം വിശ്വാസികളുടെ പൊതുവിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്, എന്നെക്കുറിച്ച് ആളുകൾ അങ്ങനെ ദോഷം പറയാനായിട്ടൊന്നും ഇടവരുത്തരുത്, അതെൻ്റെ സൽപ്പേരിന്, എൻ്റെ കുടുംബത്തിൻ്റെ സൽപ്പേരിന്, അതല്ല എങ്കിൽ എൻ്റെ സഭയുടെ സൽപ്പേരിനൊക്കെ അതൊരു മോശമാണ്, അല്ലെങ്കിൽ ദൈവനാമത്തിന് അതൊരു നിന്ദയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് മോശമായിട്ടുള്ള കീർത്തി പരത്തുന്ന ആളുകളായിട്ട് തീരാതിരിക്കേണ്ടതിന് എന്തൊക്കെ സൽകീർത്തി, നമ്മെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പുറത്തു വരണം. നമ്മെക്കുറിച്ച് നാം അതിൽ വായിക്കുന്നത്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകണമെന്നാണ്, നമ്മൾ ഭൂമിക്ക് ഉപ്പാകണമെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിക്കുന്നതായിട്ടുള്ള സൽകീർത്തികൾ ലോകത്ത് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്, ലോകത്തിന് ഞാൻ പ്രകാശമായി തീരുവാൻ, ലോകത്തിന് ഞാൻ വെളിച്ചമായി തീരുവാൻ എന്നിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ അപാകതയില്ല. എന്നാൽ ദൈവനാമത്തിന് നിന്ന് വരുത്തുന്നതോ ദൈവ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ചിന്തിക്കുവാനായിട്ട് നമുക്ക് അനുവാദവുമില്ല. വീണ്ടും നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും. സൽഗുണമോ പുകഴ്ചയോ ആയതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. സൽഗുണമോ പുകഴ്ചയോ ആയിട്ടുള്ളതെല്ലാം ചിന്തിക്കണം. അത് ഒരു പരിധി വരെ അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ആകത്തുകയായിട്ടോ അല്ല എങ്കിൽ അതിനെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങളോ ആയിട്ട് നമുക്ക് എടുക്കാം. കാരണം ഈ സൽഗുണം പുകഴ്ച എന്ന് പറയുന്നത് ഇതിനു മുമ്പ് പറഞ്ഞതായിട്ടുള്ള ഈ 6 കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഒരു ആകത്തുക എന്നുള്ള നിലയിൽ നമുക്ക് ഇതിനെ എടുക്കാവുന്നതാണ്. അപ്പോൾ ചിന്തിക്കുവാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് നല്ല ഗുണവും നല്ല പുകഴ്ചയും ലഭിക്കുന്ന കാര്യങ്ങളായിരിക്കണം. അതല്ലാതെ മോശമായിട്ടുള്ള കാര്യങ്ങളും ദുഷ്കീർത്തിയായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളിൽ നിന്ന് ഉളവാകുവാനായിട്ട് കഴിയുകയില്ല. പാപങ്ങളുടെ ലിസ്റ്റ് പറയുന്നിടത്ത് ഈ സൽഗുണ ദോഷികൾ എന്നുള്ള ഒരു ലിസ്റ്റ് നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിലും തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സൽഗുണ ദ്വേഷികൾ. അപ്പോൾ സൽഗുണ ദ്വേഷികളായിട്ടല്ല, സൽഗുണങ്ങൾ ചിന്തിക്കുകയും അത് നടപ്പിൽ വരുത്തുന്ന ആളുകളുമായിട്ട് നാം എല്ലാവരും തീരണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം. അപ്പോൾ എന്തുകൊണ്ടാണ് നാം അങ്ങനെ ചിന്തിക്കണമെന്ന് പറയുന്നത്? നാം വളരെ ഉത്സാഹത്തോടുകൂടി നമ്മളിൽ നിന്ന് മനഃപൂർവമായിട്ട് ഉണ്ടാകേണ്ടതായിട്ടുള്ള കാര്യമാണിതല്ല. ഇതങ്ങനെ ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നുകൊള്ളണം എന്നില്ല. കാരണം നാം ഈ ജഡത്തിൽ വസിക്കുമ്പോൾ, ഒരു പാപകരമായ സാഹചര്യത്തിൽ നാം ജീവിക്കുമ്പോൾ, സ്വാഭാവികമായിട്ട് ഒരു പക്ഷേ നമ്മളിലേക്ക് വരുന്നതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. വിശ്വാസികളാണെങ്കിൽ കൂടിയും വീണ്ടും ജനനം പ്രാപിച്ചവരാണെങ്കിൽ കൂടിയും നമ്മളിലേക്ക് സ്വാഭാവികമായിട്ട് വരുന്നതിന് വിരുദ്ധമായിട്ട് നാം മനഃപൂർവമായിട്ട് തിരഞ്ഞെടുക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നതായിട്ടുള്ള എല്ലാ ചിന്തകളും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്ന് പറയുന്നത്. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പൊ ഈ മനസ്സ് പുതുക്കുക എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. എന്തെങ്കിലും ഒന്ന് പുതുക്കുക എന്ന് പറയുന്നതിൻ്റെ പിറകിൽ ഒരു അധ്വാനമുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ മനസ്സിനെ പുതുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ അത് നാം നമ്മുടെ ശക്തിയിലും ബലത്തിലും ഒന്നും ചെയ്യുന്നു എന്നുള്ള നിലയിലല്ല. ദൈവമക്കളായിരിക്കുന്ന നാം, ദൈവ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരായിട്ടുള്ള നാം ആ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുമ്പോൾ ദൈവാത്മാവ് നൽകുന്നതായിട്ടുള്ള ഇച്ഛയാണ് ഈ കാര്യങ്ങളെല്ലാം. പക്ഷെ ആ ദൈവാത്മാവിൻ്റെ സ്വരത്തിന് ചെവി കൊടുക്കുക മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ല ചിന്തകളാൽ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ജീവിതത്തെ നാം നിയന്ത്രിക്കുകയും പരിപോഷിപ്പിക്കുകയും നിറയ്ക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരുവാനായിട്ട് കഴിയുന്നതല്ല. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമെന്നുള്ളതാണല്ലോ വാക്യം. അപ്പോൾ മനസ്സ് പുതുക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, മനസ്സ് പുതുക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതായിട്ടുള്ള ഈ കാര്യങ്ങളിലൊക്കെ
അടിസ്ഥാനത്തിലാണ്, ആ ഒരു രീതിയിലാണ്, ആ ചിന്തയിലേക്ക് നാം ഈ ഉള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരുമ്പോഴാണ് മനസ്സ് നമുക്ക് പുതുങ്ങി കിട്ടുന്നത്. അങ്ങനെ മനസ്സ് പുതുക്കി കിട്ടിയാൽ മാത്രമേ നമുക്ക് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. ഒരു പക്ഷേ നമ്മളിൽ രൂപാന്തരത്തിന്റെ ഒരു കുറവുണ്ട് എന്ന് നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളുടെ ചിന്താമണ്ഡലത്തിൽ നാം ഒരു പരാജയമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചിന്തയിൽ നിന്ന് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് നല്ല കാര്യമായിട്ടൊന്നും ചിന്തിക്കുന്നില്ല, ഞാൻ അസത്യമായിട്ടൊന്നും കരുതുന്നില്ല, മോശമായിട്ടൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഈ മനസ്സിന്റെ പുതുക്കൽ നടക്കുകയില്ല. നമുക്കറിയാമല്ലോ, ഒരു റൂം അത് ഭംഗിയാക്കുന്നത് എപ്പോഴും അത് അടിച്ച് വൃത്തിയാക്കി അവിടെ നമുക്ക് റൂമിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിറയ്ക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നതായിട്ടുള്ള തെറ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നീക്കി നാം നല്ല കാര്യങ്ങളൊക്കെയും അവിടെ വിതയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ക്രമീകരിക്കുമ്പോഴാണ് നമ്മളുടെ മനസ്സ് പുതുക്കം വരുന്നത്. അങ്ങനെയാണ് നമുക്ക് രൂപാന്തരപ്പെടുവാനായിട്ടും കഴിയുന്നത്. അപ്പോൾ നാം എന്താവാൻ നാം ആഗ്രഹിക്കുന്നുവോ, ദൈവികമായിട്ടുള്ള പദ്ധതിയിൽ നാം ആരാകുവാൻ നാം ആഗ്രഹിക്കുന്നുവോ, നാം എന്താകുവാൻ ആഗ്രഹിക്കുന്നുവോ, ഏത് നിലയിൽ നാം പ്രയോജനപ്പെടുവാൻ ദൈവസഭയ്ക്കും ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ നാം ആഗ്രഹിക്കുന്നുവോ, അതിനനുസരിച്ച് നമ്മളുടെ ചിന്തകളെ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ചിന്തകളെ ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ക്രമീകരിക്കുകയും നമുക്ക് ദൈവനാമ മഹത്വത്തിനായി തീരുകയും ചെയ്യാം. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.